വടകര പുതുപ്പണത്ത് CPM പ്രവർത്തകരെ കുത്തിപ്പരിക്കേൽപ്പിച്ച 5 പേർക്കെതിരെ വടകര പോലീസ് കേസെടുത്തു. പ്രദേശത്തെ വായനശാല നിലനിർത്തുന്നതിലുള്ള വൈരാഗ്യത്തിലാണ് ഈ ആക്രമണം എന്നാണ് FIR-ൽ പറയുന്നത്. രാഹുൽ KV വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഇന്നലെ രാത്രിയായിരുന്നു ഈ ആക്രമണം. എന്താണ് സംഭവിച്ചത്? രാഷ്ട്രീയ തർക്കമാണോ? ദിവിഷ്, രാഷ്ട്രീയ തർക്കമെന്ന നിലവിൽ FIR-ൽ പറയുന്നില്ല, പോലീസ് പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു വായനശാലയുണ്ട്, ചെറിയൊരു വായനശാല. അത് നിലനിർത്തുന്നതിലുള്ള വൈരാഗ്യമാണ് ഈ വിധത്തിലുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് FIR-ൽ കൃത്യമായി പറയുന്നത്. 3 CPM പ്രവർത്തകർക്കാണ് കുത്തേറ്റത്. ഒന്ന് പുതുപ്പണം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം KM ഹരിദാസൻ, വടകര നഗരസഭയിലെ കൗൺസിലർ കൂടിയാണ്. വെളുത്തമല സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ, CPM പ്രവർത്തകനായ ബിബേഷ് എന്നിവർക്കാണ് കുത്തേറ്റത്. അതായത് ഈ ലൈബ്രറിയുടെ മേൽക്കൂരയിലെ ഷീറ്റ് അത് ഈ മഴയത്ത് നശിച്ചു പോയിരുന്നു. അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ഈ ലൈബ്രറി തകർക്കാനെത്തിയ ആളുകളാണ് അക്രമത്തിന് പിന്നിൽ. അത് പ്രതിരോധിക്കുന്ന സമയത്താണ് കുത്തേറ്റത് എന്നാണ് കൃത്യമായി ഈ CPM പ്രവർത്തകർ അതുപോലെ പോലീസ് പ്രാഥമികമായും പറയുന്നത്. 5 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ നാട്ടുകാർ തന്നെയായ പാലയാട്ടുനട സ്വദേശികളായ അജേഷ്, റിജേഷ്, രഞ്ജിത്ത്, സോനിജ്, സഞ്ജു എന്നിവർക്കെതിരെയാണ് കേസ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ്. അതായത് 110 വധശ്രമം, അന്യായമായ സംഘം ചേരൽ, കലാപശ്രമം, ബോധപൂർവം പരിക്കേൽപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിക്കൽ, കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ സംഘം ചേരൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇന്ന് ആ പ്രദേശത്ത് CPM ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രതികൾ 5 പേരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ള ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂട്ടത്തിൽ പ്രവീണിനാണ് സാരമായി തന്നെ പരിക്കേറ്റിരുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഈ CPM പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. മറ്റ് ഈ കുത്തിയ 5 പേരും കോൺഗ്രസ് BJP പ്രവർത്തകരാണ് എന്നാണ് CPM നേതൃത്വം ആരോപിക്കുന്നത്.